നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടും ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നൊരു സൺഡേ ആണ്. നല്ല രീതിയിലുള്ള കളക്ഷൻ വരാനുള്ള സാധ്യത ഈ രണ്ട് സിനിമയ്ക്കും ഉണ്ട്. അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ജയ് ഗണേഷിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളുടെ വൈഡായിട്ടുള്ള റിലീസ് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. വിദേശ രാജ്യത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ജയ് ഗണേഷ് പരാജയത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ്. എങ്കിൽ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതറ്റം വരെ പോകും എന്നുള്ളത്. പിന്നെ ആടുജീവിതമാണ്. ആടുജീവിതം എത്ര ദിവസമായി അല്ലേ, ഒരു രക്ഷയുമില്ലാത്ത 24 ദിവസമായിട്ടും തകർപ്പൻ മുന്നേറ്റമാണ്. ഇന്ന് 25ാമത്തെ ദിവസമാണ്. നല്ല രീതിയിലുള്ള ബുക്കിങ് ഇപ്പോഴും പല സെൻറ്ററുകളിലും, പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും തന്നെ അതിൻ്റെ ഈ രണ്ട് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് ബുക്കിങ്ങും ഒക്കെ പങ്കുവെക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇന്നത്തെ ഒരു ബുക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ, ജയ് ഗണേഷ് സിനിമയ്ക്ക് 5 ഷോയാണ് കൊച്ചി സിറ്റിയിൽ ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. വേറെ എങ്ങും തന്നെ ഫാസ്റ്റ് ഫീഡിങ് കാണുന്നില്ലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും നല്ലൊരു സിനിമയായിട്ട് പോലും വലിയ കാര്യമായിട്ടൊരു ബുക്കിങ്ങോ ആളുകളുടെ ഒരു തിരക്കോ തന്നെ കേരളത്തിലെങ്ങും തന്നെ, കേരളത്തിൽ നിന്നല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ റിലീസായെങ്കിലും അവിടെ എങ്ങും തന്നെ ഫാസ്റ്റ് ഫീഡിങ് എങ്ങും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആളുകൾ നന്നേ കുറവാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. നല്ല രീതിയിൽ ആൾക്കാരെല്ലാവരും വീട്ടിൽ അവധിയായിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ സിനിമയൊക്കെ കാണേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇതിൻ്റെ ടൈം ശരിയായില്ല. രംഗയണ്ണനും അപ്പുറത്ത് വർഷനുശേഷം സിനിമയും ആടുജീവിതവും ഇങ്ങനെ ഒട്ടനവധി സിനിമകളുടെ ഒരു പൂണ്ട് വിളയാട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇത് വന്ന് പെട്ടുപോയെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു കളക്ഷൻ ഗ്രോത്ത് നമുക്ക് ഇന്നലത്തെ കളക്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ശനിയാഴ്ചത്തെ കളക്ഷനിൽ. ഇനിയും ആടുജീവിതം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആടുജീവിതം സിനിമ ഇന്നും 25ാമത്തെ ദിവസമായിട്ടും 16 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് കൊച്ചി സിറ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്താവട്ടെ 7 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് ആണ്. കൊല്ലത്ത് കോഴിക്കോട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞെട്ടിച്ച് കൊണ്ടുള്ള ഒരു ഫാസ്റ്റ് ഫീഡിങ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 20 ഷോയോളം ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും കനത്ത ബുക്കിംഗ് തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു കോഴിക്കോട് സിറ്റിയിലാണ്. ആടുജീവിതത്തിൻ്റെ നട്ടല് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ തന്നെ കൊടുക്കുന്ന ഒരു സിറ്റിയായിട്ട് കോഴിക്കോട് സിറ്റി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൃശ്ശൂരിലാവട്ടെ 2 ഷോകളാണ് ഫാസ്റ്റ് ഫീഡിങ്, കൊല്ലത്ത് 6 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് കാണുന്നുണ്ട്, ആലപ്പുഴയിൽ 2 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് കാണുന്നുണ്ട്. അങ്ങനെ ബാക്കി എല്ലായിടത്തും കൂടെ കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു ഫാസ്റ്റ് ഫീഡിങ് നോക്കുമ്പോൾ 70 ഷോയോളമാണ് ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന് പുറത്ത് ചെന്നൈയിൽ മാത്രമാണ്, കർണാടകയിൽ 2 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങും ചെന്നൈയിൽ 4 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങുമാണ് കാണുന്നത്. അങ്ങനെ കേരളത്തിന് പുറത്ത് മൊത്തത്തിൽ 10 ഷോയോളമാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു 80-85 ഷോയോളമാണ് ഇന്ത്യ ഒട്ടാകെ ഉള്ള ഒരു ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് ആടുജീവിതം സിനിമയ്ക്ക് ഈ 24ാമത്തെ ദിവസം ഇത്രയധികം ഷോസ് ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇന്നും 1 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്ത്യ കളക്ഷൻ തന്നെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം ഏതറ്റം വരെ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ സൺഡേ ആവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും തന്നെ ഇതിൻ്റെ ഒരു കളക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയ് ഗണേഷ് സിനിമയ്ക്ക് ഇന്നലെ 17 ലക്ഷം രൂപയോളം കേരള കളക്ഷൻ നേടാൻ സാധിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 20 ലക്ഷത്തിന് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും തന്നെയും കേരളത്തിലെ ഇന്നലത്തെ കളക്ഷനോടുകൂടി 10 ദിവസം കൊണ്ട് 2,60 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനിലേക്ക് എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റുള്ള സംസ്ഥാനങ്ങളും വിദേശ രാജ്യത്തെ എല്ലാം കളക്ഷൻ പുറത്ത് വന്നിട്ടില്ല ഒഫീഷ്യലായിട്ട്. എങ്കിൽ തന്നെ ഒരു 50-60 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ മൊത്തത്തിൽ 2 ദിവസം കൊണ്ട് തൂക്കി കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 3,20 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ജയ് ഗണേഷ് സിനിമയ്ക്ക് സ്വന്തമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റ് ബേസ് നോക്കുമ്പോൾ ഈ സിനിമ വിജയത്തിലേക്ക് പോകുമെന്നുള്ള സംശയമാണ്. കാരണം 10 കോടി രൂപയ്ക്ക് പുറത്ത് ഇതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് ആ 10 കോടി മുടക്കിയ മുതൽ പോലും തിയേറ്റർ കളക്ഷനായിട്ട് വരുമോ എന്നുള്ളത് സംശയമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ഏതറ്റം വരെ പോകുമെന്നുള്ളത്. ആടുജീവിതത്തിൻ്റെ ഇന്നലത്തെ കളക്ഷൻ, കേരള കളക്ഷൻ എന്ന് പറയുന്നത് 90 ലക്ഷം രൂപയാണ്. 72 കോടി 30 ലക്ഷം രൂപയിലേക്ക് ഇന്നലത്തെ കളക്ഷനോടുകൂടി കേരള കളക്ഷൻ മാത്രം എത്തിയിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ സ്റ്റഡി ആയിട്ടുള്ള കളക്ഷൻ കാണുമ്പോൾ 80 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 2018 സിനിമയുടെ കളക്ഷൻ തറക്കാനുള്ള ഒരുവിധ സാധ്യതയില്ല. എന്തായാലും തന്നെ നിലവിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആടുജീവിതമാണ്. ഇത് 80 കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള കളക്ഷൻ മാത്രം ഇന്നലെ 2 ലക്ഷം രൂപയോളം കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷനായിട്ട് നേടിയിട്ടുണ്ട്. മൊത്തം 5,83 ലക്ഷം രൂപയാണ് 24 ദിവസത്തെ കർണാടക കളക്ഷൻ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ 5 ലക്ഷം രൂപയോളം ഇന്നലെ
കളക്ഷൻ നേടിയിട്ടുണ്ട്. 7,98,00,000 രൂപയിലേക്ക് ഇന്നലത്തെ കളക്ഷനോട് കൂടി എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു 10 കോടിക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽപ്പുണ്ട്. പക്ഷെ ഇച്ചിരി മന്ദഗതിയിൽ ഇങ്ങനെ പതുക്കെ പോവുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം അവിടെ ഏതറ്റം വരെ പോകുന്നുള്ളത്. ചിലപ്പം 10 കോടിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 6,10,00,000 രൂപയാണ് 24 ദിവസം കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 98,00,000 രൂപ മുതൽ 1 കോടി രൂപയ്ക്ക് ഇടയ്ക്കുള്ള കളക്ഷനാണ് ഇന്നലെ 24ാമത്തെ ദിവസം ഇന്ത്യ ഒട്ടാകെ കളക്ഷനായിട്ട് വന്നതായിട്ട് കണക്കാക്കുന്നത്. മൊത്തം 92,20,00,000 രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ 24 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് കണക്കാക്കുന്നത്. ഇന്നലെ വിദേശ രാജ്യത്ത് നിന്നും 50 ലക്ഷം രൂപയോളം കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൊത്തം 57 കോടി രൂപയിലേക്ക് വിദേശ കളക്ഷൻ എത്തിയിരിക്കുകയാണ് 24 ദിവസത്തെ. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ 24 ദിവസം കൊണ്ട് 149,20,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ 150 കോടിയിലേക്ക് എത്താൻ പോവുകയാണ്. മലയാള സിനിമയ്ക്ക് ഇത് സുവർണ്ണ കാലത്തിന്റെ നേട്ടങ്ങളുടെ ഒരു കൊയ്ത്ത് കാലം തന്നെയാണ് 2024. കാരണം 2024 തന്നെ രണ്ടാമത്തെ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. 150 കോടിയും കഴിഞ്ഞ് 200 കോടിയും കഴിഞ്ഞ് 250 കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാമതായിട്ട് ഇന്നത്തെ കളക്ഷനോട് കൂടി ആടുജീവിതവും 150 കോടി ക്ലബിലേക്ക് എത്തുവാണ്. ആകെ 3 സിനിമകളായി ഇപ്പം പുലിമുരുകൻ ഉൾപ്പെടെ 3ാമത്തെ സിനിമയാണ് ഇത്. 3ാമത്തെ സിനിമ 150 കോടി ക്ലബിലേക്ക് എത്തുവാണ്. അത്ഭുതകരം, ആർത്തുല്ലസിക്കാൻ പറ്റുന്ന സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അത് പൃഥ്വിരാജ് തന്നെ സ്വന്തമാക്കിയത് വളരെയധികം സന്തോഷം തന്നെ. എന്തായാലും തന്നെ ഏതറ്റം വരെ പോകുന്നുള്ളത് കാത്തിരുന്ന് കാണാം. 160 കോടി വരെയൊക്കെ എത്തിയാൽ ഭാഗ്യം. നമുക്ക് കാത്തിരിക്കാം. ബൈ ബൈ.